ഹലോ ഫ്രണ്ട്സ്, സവിതാസ് ഫുഡ് കോർണറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ളത് ഞങ്ങളുടെ നാട്ടിൽ ഗ്രാമോത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ്. കുമരമ്പത്തൂർ ഫെസ്റ്റ് ആദ്യമായിട്ടാണ് നമ്മുടെ നാട്ടിൽ ഇതുപോലുള്ള ഒരു ഫെസ്റ്റ് നടക്കുന്നത്. ജനുവരി 17, 18, 19 ദിവസങ്ങളിലായിട്ടാണ് 3 ദിവസമാണ് കുമരമ്പത്തൂർ ഫെസ്റ്റ് നടക്കുന്നത്. ഇതുപോലൊരു ഫെസ്റ്റ് ആദ്യമായിട്ടാണ് ഞങ്ങളുടെ അവിടെ നടക്കുന്നത്. പൂരങ്ങളും വേലകളൊക്കെ ഉണ്ടാവും എന്നല്ലാണ്ട് ഇങ്ങനെ ഒരു പഞ്ചായത്തിനായിട്ടൊരു ആഘോഷം ആദ്യമായിട്ടാണ്. കുന്തിപ്പുഴയുടെ തീരത്ത് വളരെ മനോഹരമായിട്ടാണ് ഈ ഒരു സ്റ്റേജൊക്കെ ഒരുക്കിയിട്ടുള്ളത്. ലൈറ്റൊക്കെ സെറ്റ് ചെയ്ത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഞങ്ങൾ ചെന്നപ്പോൾ അവിടെ ഉദ്ഘാടനത്തിൻ്റെ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പാലക്കാട് ജില്ലാ കളക്ടർ ഡോക്ടർ എസ് ചിത്രയാണ് ഈ ഒരു ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തത്. കൂടാതെ KPS പയ്യനടം അങ്ങനെ കുറേ പ്രമുഖരും ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ പ്രസംഗമൊക്കെ നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ പുഴയുടെ അക്കരയ്ക്ക് പോയിട്ടോ. അവിടെയാണ് കുട്ടികൾക്ക് കളിക്കാനുള്ള റൈഡുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളവിടെ ചെന്നപ്പോൾ ലൈറ്റൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അവിടെ ആ റൈഡിൻ്റെ അവിടെ ഞങ്ങൾ തിരിച്ചു പോരാനാകുമ്പോഴേക്കും അവിടെ ലൈറ്റൊക്കെ സെറ്റ് ചെയ്ത് നന്നായി. ലൈറ്റൊക്കെ ഇട്ട് ആ പുഴയുടെ തീരം കാണാൻ നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. തടയണയുടെ ആ മുകളിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അത്. അപ്പോൾ അവിടുന്ന് സ്റ്റേജൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. മൊബൈലിൽ അത്രയ്ക്ക് ക്ലിയർ ഒന്നുമില്ല, പക്ഷെ നമുക്ക് നേരിട്ട് കാണാൻ കുറച്ചും കൂടെ നല്ല ഭംഗിയുണ്ടായിരുന്നു. ആ വെള്ളവും അതൊക്കെ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. രാത്രി ആയതുകൊണ്ട് തന്നെ വീഡിയോസൊക്കെ കുറച്ച് ക്ലിയർ കുറവുണ്ട് കേട്ടോ. പുഴയുടെ അക്കരെയാണ് റൈഡും കാര്യങ്ങളൊക്കെ ഉള്ളത്, കുട്ടികൾക്കുള്ളത്. അപ്പോൾ അതൊക്കെ വർക്ക് ആവണേയുള്ളൂ കേട്ടോ. അവിടെ ലൈറ്റൊക്കെ സെറ്റ് ചെയ്യണുണ്ടായിരുന്നുള്ളൂ ഞങ്ങൾ ചെന്നപ്പോൾ. പിന്നെ ഞങ്ങൾ അതൊക്കെ നോക്കിയിട്ട് ഞങ്ങൾ അവിടെ കുറച്ച് നേരം ഇരുന്ന് തിരിച്ച് സ്റ്റേജിൻ്റെ അവിടേക്ക് തന്നെ വന്നു. അപ്പോഴേക്കും അവിടെ പരിപാടിയൊക്കെ തുടങ്ങാറായിട്ടുണ്ടായിരുന്നു. അത് തുടങ്ങുന്നതിന് മുമ്പ് ഞങ്ങൾ കുറച്ച് നേരം ഈ പുഴയിലൊക്കെ ഒന്ന് ഇറങ്ങി കുട്ടികളൊക്കെ ഒന്ന് കളിച്ചതിന് ശേഷമാണ് കേട്ടോ ഞങ്ങൾ സ്റ്റേജിൻ്റെ അവിടേക്ക് പോയത്. സ്റ്റേജിൻ്റെ സൈഡിലായിട്ട് നിറയെ ഫുഡ് സ്റ്റാളുകളൊക്കെ ഉണ്ട്. അക്കരെ പോയി പുഴയിലൊക്കെ കുറച്ച് നേരം കളിച്ചതിന് ശേഷം വന്നപ്പോഴേക്കും ഇവിടെ ഇതൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ കുറച്ച് നേരം പാട്ട് ഒക്കെ കണ്ടു. പിന്നെ തിരുവാതിരക്കളി അങ്ങനെ കുറച്ച് പ്രോഗ്രാംസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നാടൻ പാട്ടിനൊന്നും ഞങ്ങൾ നിന്നില്ല കേട്ടോ. ഞങ്ങൾ അതിന് മുമ്പ് തന്നെ പോന്നു.
ശ്രീപദേ മോദമോടെ അരുളണേ മോദരായെന്നും കാണാൻ മോദമോടെ വരം തരൂ പ്രസന്ന ഗണപതിയാ നിന്റെ പ്രസാദ ഹലോ എല്ലാവരും അതിമനോഹരമായിട്ടുള്ള നമസ്കാരം കേട്ടോ. അപ്പൊ ഞാൻ പാടിയ ഗാനം ആര് പാടിയെന്ന് പറഞ്ഞത് നിങ്ങൾക്ക് ഞാൻ 15,000 രൂപ സമ്മാനം തരാം. മോഹൻലാൽ ഫാൻസിന്റെ ഒന്ന് കൈയ്യിൽ ചെയ്തു. ഓക്കെ, ആ പണ്ണാച്ചിക്ക് ഒരുപാട് നല്ല ഗാനങ്ങൾ ഞാൻ ആലപിച്ചിട്ടുണ്ട്. ആ പണ്ണാച്ചിക്ക് ആലപിച്ച അടിപൊളി ഗാനത്തിലേക്ക് പോകുന്നത് നന്നായി കൈയ്യെടുത്തേ.